ഏതൊരു സിം കാർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാലും ഇത് തന്നെയാണ് അവസ്ഥ. എന്തൊരു കഷ്ടമല്ലേ? എന്താ പ്രശ്നം? അതായത് നമ്മൾ ഉപയോഗിക്കുന്ന സിം കാർഡിന് ഒന്നും തന്നെ നെറ്റ്വർക്ക് സ്പീഡ് തീരെ ലഭിക്കുന്നില്ല, ഡൗൺലോഡ് സ്പീഡ് ഇല്ല, അതുപോലെ തന്നെ അപ്ലോഡ് സ്പീഡ് ഇല്ല, സിഗ്നൽ സ്ട്രെങ്ത് ഇല്ല. ഇങ്ങനെ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ? ഇതൊക്കെ നമ്മുടെ മൊബൈലിൽ ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും ഒരു ആപ്ലിക്കേഷൻ്റെയും സഹായമില്ലാതെ നിങ്ങൾ ഉപയോഗിക്കുന്ന സിം കാർഡ് ഏതുമാകട്ടെ ഈ വക കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കും. എന്നിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക നിങ്ങൾ ഉപയോഗിക്കുന്ന സിം കാർഡ് നിങ്ങൾക്ക് വേണോ വേണ്ടയോ എന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് ഈ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കാം. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആദ്യം മൊബൈലിന്റെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എബൌട്ട് ഫോൺ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് താഴേക്ക് വരാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് സ്റ്റാറ്റസ് ഇൻഫർമേഷൻ എന്ന ഭാഗമുണ്ട്, അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഏറ്റവും മുകളിൽ സിം കാർഡ് സ്റ്റാറ്റസ് എന്ന ഭാഗം കാണാൻ സാധിക്കും, അവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിലവിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന സിം 1, സിം 2 ഇവിടെ കാണാൻ സാധിക്കും. സിം 1ൽ ഞാൻ എയർടെൽ ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ കണ്ടോ സിഗ്നൽ സ്ട്രെങ്ത് എന്ന ഭാഗം, അവിടെ -108 dBm ആണ് കാണിക്കുന്നത്. ഓക്കെ, മൊബൈൽ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടന്നു കഴിഞ്ഞാൽ ആ സിഗ്നൽ സ്ട്രെങ്ത് മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് സിം 2 ഒന്ന് സെലക്ട് ചെയ്യാം. അതിൽ ഞാൻ ഉപയോഗിക്കുന്നത് ജിയോ ആണ്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിൽ സിഗ്നൽ സ്ട്രെങ്ത് കാണിക്കുന്നത് -108 dBm ആണ്. ഓക്കെ, മൊബൈൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് നടന്നു കഴിഞ്ഞാൽ ആ ഒരു സിഗ്നൽ സ്ട്രെങ്ത് കൂടുന്നതും കുറയുന്നതും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി നിങ്ങളുടെ മൊബൈലിൽ സിം കാർഡ് സ്റ്റാറ്റസ് കാണിക്കുന്നില്ല എങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വന്നിട്ട് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. സെർച്ച് ബാറിൽ സിം കാർഡ് സ്റ്റാറ്റസ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളൊന്ന് സെർച്ച് കൊടുക്കുക. ഇതുപോലെ തന്നെ ടൈപ്പ് ചെയ്യുക സിം കാർഡ് സ്റ്റാറ്റസ്. ഓക്കെ, അങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എവിടെയെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഓക്കെ, സെർച്ച് കൊടുക്കുകയാണ്. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ കണ്ടോ സിം കാർഡ് സ്റ്റാറ്റസ്, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ ഏറ്റവും മുകളിൽ സിം കാർഡ് സ്റ്റാറ്റസ് കാണാം. അവിടെ ക്ലിക്ക് ചെയ്താൽ നേരത്തെ ഞാൻ കാണിച്ച ആ ഒരു ഓപ്ഷനിലേക്ക് വരും. ഇവിടെ സിഗ്നൽ സ്ട്രെങ്ത് കാണാൻ സാധിക്കും. എന്നാൽ ഈ ഒരു സിഗ്നൽ സ്ട്രെങ്ത് വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും നമ്മൾ ഉപയോഗിക്കുന്ന സിം കാർഡിന് സിഗ്നൽ സ്ട്രെങ്ത് കൂടുതലാണോ കുറവാണോ എന്ന്? അതിനൊരു ട്രിക്ക് ഉണ്ട്. അതിനായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. ബാക്ക് വന്നിട്ട് നമുക്ക് ഗൂഗിൾ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഞാനിപ്പോൾ ബാക്ക് വന്നിട്ട് ഗൂഗിൾ ഓപ്പൺ ചെയ്യാണ്. എന്നിട്ട് ഇവിടെ ഞാൻ കാണിക്കുന്ന പോലെ നിങ്ങൾ സെർച്ച് ബാർ ക്ലിക്ക് ചെയ്തിട്ട് ടൈപ്പ് ചെയ്യുക. വാട്ട് ഈസ് എ ഗുഡ് സിഗ്നൽ സ്ട്രെങ്ത് ഫോർ എ സെൽ ഫോൺ എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത്. അങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ സെർച്ച് കൊടുക്കുക. ഞാനിപ്പോൾ സെർച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ഷോ മോർ എന്ന ഈ ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് അത് സംബന്ധമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും കാണാൻ സാധിക്കും. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ നിങ്ങൾ -80 to -89 ആണ് ഏകദേശം കുറച്ചുകൂടി നല്ല ഒരു സ്ട്രെങ്ത് നമുക്ക് കിട്ടുന്നത്. അതിന് തൊട്ട് താഴെ ഇവിടെ കാണാൻ സാധിക്കും -90 to -99 ഒരു ആവറേജ് സിഗ്നൽ സ്ട്രെങ്ത് ഉണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ ഇവിടെ -100 to -109 dBm ആണെങ്കിൽ വീക്ക് സിഗ്നൽ ആണ് എന്നാണ് കാണിക്കുന്നത്. അതിന് തൊട്ട് താഴെ പിന്നെ ഒന്നും പറയണ്ട, -110 അത് വെരി പുവർ ആണെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന സിം കാർഡിന് എത്രത്തോളം സിഗ്നൽ സ്ട്രെങ്ത് ഉണ്ട് എന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കും. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന സിം കാർഡിൻ്റെ സ്പീഡ് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്താലോ? അതിനായിട്ടും ഇവിടെ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. എന്നിട്ട് ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ഈ കാണിക്കുന്ന പോലെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് സെർച്ച് കൊടുക്കുക. ഇവിടെ സെർച്ച് ബാറിൽ സ്പീഡ് ടെസ്റ്റ് എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത്. അങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇൻ്റർനെറ്റ് സ്പീഡ് ടെസ്റ്റ് എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണും. ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ റൺ സ്പീഡ് ടെസ്റ്റ് എന്ന ഭാഗമുണ്ട്, അവിടെ ടച്ച് ചെയ്യാം. എന്നിട്ട് കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇവിടെ ടെസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്ലോഡ് സ്പീഡ് അതുപോലെ തന്നെ ഡൗൺലോഡ് സ്പീഡ് ഇവിടെ നിങ്ങൾ കാണിച്ചു തരും. കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇവിടെ തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് സ്പീഡ് ഇവിടെ ആദ്യം കാണിച്ചു തരും. 22.5 ആണ് ഡൗൺലോഡ് സ്പീഡ്, വളരെ കുറവാണ്. അതുപോലെ തന്നെ നമുക്ക് അപ്ലോഡ് സ്പീഡ് ഒന്ന് നോക്കാം. കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇവിടെ സെർച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഇവിടെ സെർച്ച് റിസൾട്ട് വന്നിട്ടുണ്ട്. നമുക്ക് 32.6 അപ്ലോഡ് സ്പീഡ് ഉണ്ട്. അപ്ലോഡ് സ്പീഡ് കുറച്ച് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നിലവിൽ നമ്മൾ ഉപയോഗിക്കുന്ന സിം കാർഡിന് സ്പീഡ് എത്രത്തോളം ഉണ്ട്, അതുപോലെ തന്നെ സിഗ്നൽ സ്ട്രെങ്ത് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതുവഴി ചെക്ക് ചെയ്യാൻ സാധിക്കും. എന്നിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക നിങ്ങൾ നിലവിൽ ഉപയോഗിക്കുന്ന സിം കാർഡ് വേണോ വേണ്ടയോ, അതോ പോർട്ട് ചെയ്യണോ വേണ്ടയോ എന്ന്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.